ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസി ഏഞ്ചൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്. ആമി മോളുടെ വല്യമ്മയുടെയും വല്യപ്പയുടെയും വീട്ടിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് രാവിലെ വീട്ടിലൊരു ചെറിയ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഊബർ വിളിച്ച് അവിടേക്ക് പോയോണ്ടിരിക്കുക. കുറച്ച് ദിവസമായി അവർ പറയുന്നു, വാ ഇവിടെ വന്നിക്ക് 2 ദിവസം, മഴയൊക്കെ അല്ലേ, നമുക്ക് ഇവിടെ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസമായി പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് വിചാരിച്ചു നമുക്ക് ജസ്റ്റ് എന്തായാലും അവിടെ പോയി നിൽക്കാൻ പറ്റില്ല, ഒന്ന് ജസ്റ്റ് അവിടെ പോയി കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയേക്കുന്നത്. അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, പിന്നെ അവര് മമ്മിക്ക് കുറച്ച് ചെടിയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ അവര് പറഞ്ഞ് കുറേ നേരം അവിടെ ചെടി വിശേഷം പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോവാനായിട്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോ ഒക്കെ വന്ന്, അപ്പൊ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പാക്കാക്കി അവിടുന്ന് പോവാൻ വേണ്ടി റെഡിയായി. എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാം. അവിടെ വീടിന്റെ ഫ്രണ്ടിലടങ്ങി അവർ ക്രിക്കറ്റൊക്കെ കളിക്കാൻ വേണ്ടി സ്റ്റമ്പൊക്കെ കുത്തി റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അപ്പം ഞങ്ങൾ വരണണ്ടപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾക്ക് വഴിയൊക്കെ തന്നു. അപ്പം അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് ഇനി എന്താ പ്ലാൻ, ഇനി എന്ത് ചെയ്യുന്ന ഓർത്തപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു മോർണിംഗ് ഗസ്റ്റ് വന്നിട്ടായിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു ഇങ്ങനെ മാളിൽ കുറേ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്, കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് അതും കൂടി കണ്ടിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ അതേ വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ മാളിൽ നിന്നാണെങ്കിൽ വൻ തിരക്ക്. അപ്പം ഞങ്ങളിതേ സാധനങ്ങളൊക്കെ അവിടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായി. ആമയാണെങ്കിൽ നല്ല ഉറക്കായി. ഓട്ടോയിൽ കയറുന്ന അവൾക്ക് പണ്ടേ പേടിയാണല്ലോ. അപ്പോൾ ഓട്ടോയിൽ വെച്ച് അവൾ കിടന്നുറങ്ങിയായിരുന്നു. എന്തായാലും മഴയില്ലാത്ത ഭാഗ്യേ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാളിലേക്കും കൂടി പോയി വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ നല്ല ബ്ലോക്കാണ്, പിന്നെ റോഡ് ഭയങ്കര മോശമാണ്, ഫുൾ ചെളിയും വെള്ളവും ഒക്കെ കൊണ്ട് ആകെ വൃത്തികേടായി കിടക്കുക. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. മാളിലെത്തേണ്ട താമസം അപ്പോഴേക്കും അവൾ എങ്ങനെയോ അറിഞ്ഞ് അവൾ കണ്ണ് തുറന്ന് അവൾ ഉഷാറായി. അപ്പം ഞങ്ങൾ അങ്ങനെ മാളിലേക്ക് നടന്ന് കയറുക. അങ്ങനെ മാളിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം സ്റ്റോളാണ്. അതും ഓരോ സ്റ്റോളിലെ ചുറ്റും ഫുൾ ആൾക്കാർ. എന്താ നടക്കുന്ന ഓരോ സ്റ്റോളിലും എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങളും എത്തി നോക്കി. അങ്ങനെ ഞങ്ങൾ നേരെ ചെല്ലുന്ന ഫസ്റ്റ് സ്റ്റോളിൽ നിന്ന് ചെന്നപ്പോൾ അവിടെ കുറേ ബാംഗിൾസും കുറേ നല്ല ഭംഗിയുള്ള മാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചൊന്ന് രണ്ടെണ്ണം ഇങ്ങനെ നോക്കി. മമ്മിക്കും കുറച്ച് ബാംഗിൾസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും നോക്കി, റേറ്റൊക്കെ നോക്കി. വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് നോക്കി ഇങ്ങ് പോന്നു. മമ്മിക്ക് മമ്മിയുടെ സൈസിനുള്ള വള കിട്ടിയില്ല, സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റ് ചെടി സെക്ഷനിലേക്ക് പോയി. ചെടി സെക്ഷനിൽ കുറച്ച് നേരം തർക്കിച്ചെന്ന് മമ്മ എന്നൊരു ചെടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു.
അത് കഴിഞ്ഞ് പിന്നെ മിനിസോ പോയി. ആമിമോൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് ഒരു ടോയ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ കുറച്ച് ഡ്രസ്സും കൂടി ആമിക്ക് എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി വാങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ ഭയങ്കര മഴ. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യില്ല എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നല്ല മഴ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആമി മോളുടെ തലയിൽ മമ്മിയുടെ സാരിയിൽ തുമ്മിട്ടിട്ട് ഇറങ്ങി. അവളാണെങ്കിൽ ഒളിച്ചു നോക്കുക. അവൾക്കാണെങ്കിൽ അത് ഇടും വേണ്ട. എന്തോ ഭയത്തിന് വീടിൻ്റെ അവിടേക്ക് വെള്ളം കയറിയിട്ടില്ല. ഈ റോഡ് ശരിയാക്കാൻ വേണ്ടി കൗൺസിലറിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ആ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ പണിയില്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ പണിയാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ ഇങ്ങനെയെന്ന്. എന്തായാലും അടുത്ത ഇലക്ഷൻ വരാണല്ലോ, അപ്പോഴെങ്കിലും അവർ ശരിയാക്കി തരുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം കോസി ഏഞ്ചൽസ്.